അർജുൻ്റെ ശരീരഭാഗങ്ങൾ ഗംഗാവലിപ്പുഴയിൽ നിന്ന് കിട്ടി. അതിനുശേഷം ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത് വിട്ടുകൊടുക്കുന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കുടുംബം കാത്തിരിപ്പിലാണ്. അവർക്ക് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കണം, അതിനുവേണ്ടി മൃതദേഹം വിട്ടുകിട്ടണം. ഇപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഈ DNA പരിശോധന, അതിൻ്റെ സാമ്പിൾ ഇന്നലെ രാത്രി 9 മണിയോടുകൂടി മാത്രമാണ് ഹുബ്ബള്ളിയിലെ പ്രാദേശിക കേന്ദ്രത്തിലേക്ക് എത്തിയത്, പ്രാദേശിക ഫോറൻസിക് ലാബിലേക്ക്. അവിടേക്ക് എത്തിയത് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി മാത്രമാണ്. ഇവിടെയുള്ള ജീവനക്കാർ, ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെയുള്ളവർ എന്നാൽ ഉച്ചയോടെ മാത്രമാണ് ഈ ശരീരഭാഗങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നീട് കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവരെ ബന്ധപ്പെട്ട് ശകാരിച്ചതിന് ശേഷമാണ് വേഗത്തിൽ തന്നെ ഇന്നലെ രാത്രിയോടുകൂടി ഈ ലാബിൽ എത്തിച്ചത്. അത്രയും സമയം ഈ സാമ്പിൾ ഇവിടെ എത്തുന്നവരെ ലാബ് തുറന്നിരിക്കണമെന്ന നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയതാണ്. അപ്പോൾ ഈ സാമ്പിൾ പരിശോധനയ്ക്ക് കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് ഈ ലാബിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെയോടുകൂടി മാത്രമേ ഈ DNA പരിശോധന ഫലം കിട്ടുകയുള്ളൂ. അത് നടത്താതെ ഈ മൃതദേഹം വിട്ടുകൊടുക്കേണ്ട എന്നാണ് തീരുമാനമുള്ളത്. എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങളും ഏതെങ്കിലും തരത്തിൽ ഉയർന്നു വന്നാൽ ഇത് പ്രധാനമാണ്. DNA പരിശോധന ഫലം പ്രധാനമാണ്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ, ഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നാളെ വൈകിട്ടോടു കൂടിയെങ്കിലും അർജുൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് ഇവിടെയുള്ളവർക്ക് വിട്ടു നൽകും. ഇതുവഴിയായിരിക്കും ഈ അപകടം നടന്ന സ്ഥലത്തുകൂടി, ഈ ഗംഗാവലിപ്പുഴയുടെ തീരത്തുകൂടി അവസാനമായി അർജുൻ്റെ യാത്രയുണ്ടാകും. ഇവിടെ ഇപ്പോഴും ഈ അർജുൻ്റെ വണ്ടി ഇപ്പോഴും ഇവിടെ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇതിനുള്ളിൽ നിന്നുള്ള ഈ ഇന്നലെ കരയ്ക്ക് കയറ്റിയ വണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ഇതിലുള്ള വസ്തുക്കളെല്ലാം അർജുൻ്റെ വിലപ്പെട്ട വസ്തുക്കളുണ്ട്. ആ മൊബൈൽ ഫോണുണ്ട്, ഒപ്പം കളിപ്പാട്ടമുണ്ട്, കുഞ്ഞുവേണ്ടി കളിപ്പാട്ടമുണ്ട്, വാച്ചുണ്ട്, വസ്ത്രങ്ങളുണ്ട്. ഇതെല്ലാം അർജുൻ്റെ അനിയൻ അഭിജിത്ത് ഇന്നലെ പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവയെല്ലാം ഇവിടെ തന്നെ ഈ തീരത്തി അപകടം നടന്ന സ്ഥലത്ത് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായതിന് തൊട്ടുതായ ദേശീയപാതയോരത്ത് കിടക്കുകയാണ് ഗംഗാവലിപ്പുഴയുടെ തീരത്ത്. PG.